Sundareesss, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും AsviMalayalamത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒരു കാരണവശാലും മറക്കാണ്ട് എടുക്കുന്ന ഒരു സംഗതി എന്താ? മാസ്ക്. എന്തായാലും നമ്മളത് മറക്കില്ല അല്ലേ? മറക്കാൻ പാടുമില്ല. അപ്പോൾ നമ്മൾ ഈ മാസ്ക് ഇട്ടിട്ട് വെളിയിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത് പോണേലൊന്നും സത്യം പറഞ്ഞാൽ പ്രസക്തിയില്ല. കാരണം ഇത്രയും ഭാഗം മറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫേസിലൊക്കെ കാര്യമായിട്ടൊക്കെ മേക്കപ്പ് ഇട്ടാലും ലിപ്സ്റ്റിക് ഇട്ടാലും അതൊക്കെ മാസ്കിലേക്ക് പടരുകയും ചെയ്യും. ഭയങ്കര അൺകംഫർട്ടബിൾ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോക്കസ് മെയിനായിട്ട് നമ്മുടെ കണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ മസ്കാര ഇടും, നന്നായിട്ട് മസ്കാര ഇടും. ഈ മസ്കാരയുടെ ബാക്കി വെച്ചിട്ട് തന്നെ ഐബ്രോസിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കും. അത്ര തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ. നമ്മൾ 2 കോട്ട് ഓഫ് മസ്കാര കൊടുക്കുകയാണെങ്കിലോ നമ്മുടെ കണ്ണ് നന്നായിട്ട് വിടർന്ന് വരുന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള മസ്കാര ഇല്ല, പിന്നെ നമ്മൾ ഡിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഇങ്ങനെ ഒന്ന് ഈരിക്കൊടുത്ത് ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐബ്രോസും നല്ല ഫിൽഡ് ആയിട്ടുണ്ടാവും, നല്ല കളറായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര എന്ന് പറയുന്നത് Maybelline കൊളോസൽ മസ്കാരയാണ് കേട്ടോ. ഇത് ഒരുപാട് കാലം മുമ്പ് മുതൽക്കേ നമ്മൾ നമ്മുടെ ചാനലിൽ കാണിക്കുന്നതാണല്ലേ. ഈ അടുത്ത് സോനം കപൂറിൻ്റെ ഒരു ഫേവറേറ്റ് സീരീസ് അങ്ങനെ എന്തോ ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോനം കപൂർ വരെ യൂസ് ചെയ്യുന്ന മസ്കാരയാണെന്നാണ് കേട്ടോ പറയണത്. ആൾ സ്ഥിരം യൂസ് ചെയ്യുന്ന മസ്കാരയാണെന്ന് അതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇത് പണ്ട് മുതൽക്കേ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ്. എൻ്റെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മസ്കാരയാണ് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്, പിന്നെ എല്ലാം പ്രൂഫാണ്. എന്ന് വെച്ചാലും നമുക്കിത് റിമൂവ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ഒരു ഓയിലിട്ട് വെച്ചിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക. അത് സ്കിൻ കെയറിൻ്റെ ഭാഗമാണ്, അത് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. നമുക്കൊരു കോമ്പാക്ട് പൗഡർ ഇടാം, ജസ്റ്റ് ഒരു ലിപ് ബാം. അതും കംപ്ലീറ്റ്ലി ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഫിംഗേഴ്സ് വെച്ചിട്ട്. പിന്നീട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മസ്കാര ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനെക്കാട്ടിലും മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇത് നന്നായിട്ട് വിഗിൾ ചെയ്യുക. അതായത് റൂട്ട്സിൻ്റെ അവിടെ നിന്നുണ്ടല്ലോ, റൂട്ട്സിൻ്റെ അവിടെ ഈ മസ്കാരയുടെ വോണ്ട് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് വിഗിൾ ചെയ്ത് മുകളിലേക്ക് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട്സ് മുതൽ ഈ അറ്റം വരെ മസ്കാര നന്നായിട്ട് കോട്ടാവും എന്നുള്ളതാണ്. അതേപോലെ കണ്ണിൻ്റെ താഴെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ താഴെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ കണ്ണിൻ്റെ അടിയിൽ കംപ്ലീറ്റ്ലി ഇത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതിന് പകരം കുറച്ചൊന്നും ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് പിടിച്ചിട്ട് മസ്കാരയുടെ തുമ്പ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൺപീലിയുടെ താഴെയുള്ള കൺപീലി ഉണ്ടല്ലോ അതിൽ നന്നായിട്ട് ഈ മസ്കാര കോട്ടാവുകയും ചെയ്യും, നല്ല വൊളുമിനസ് ആയിട്ട് തോന്നിപ്പിക്കുകയും ചെയ്യും. എന്നാൽ കണ്ണിൻ്റെ താഴെയായിട്ട് ഇവിടെ മസ്കാര ആവില്ല. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എപ്പോഴും റൂട്ട്സ് മുതൽ മുകളിലേക്ക് ഇങ്ങനെ വിഗിൾ ചെയ്താക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വൊളുമിനസ് ആയിട്ട് തോന്നിപ്പിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കണ്ണിൽ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് മസ്കാരയാണ് ഇട്ടിട്ടുള്ളത്. കണ്ടോ, നല്ല ലെങ്തനിങ് ഉണ്ട്, നല്ല വൊളുമിനസ് ആയിട്ട് തോന്നിപ്പിക്കുന്നുണ്ട്. അതേസമയം കുറച്ചിങ്ങനെ കേളാക്കുന്നുണ്ട്, കുറച്ചിങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഐലാഷസ് അല്ലേ കൂടുതൽ ഭംഗി. അപ്പോൾ കുറച്ച് വളഞ്ഞിരിക്കുന്ന കാരണം ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗ്ലാസ്സസ് വെച്ചാലും എൻ്റെ കൺപീലി വന്നിട്ട് ഈ ഗ്ലാസ്സസിൽ തട്ടണില്ല എന്നുള്ളതാണ്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഇത് കൊളോസൽ മസ്കാരയെ കുറിച്ച് പറയാനുള്ളത്. വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്. ഞാൻ കഴിഞ്ഞ ദിവസം താമരശ്ശൂരിലേക്ക് പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം വെച്ചിട്ട് മുഖത്തേക്ക് ആക്കിയിട്ടൊന്നും ഇത് സ്പ്രെഡ് ആവുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് ഇത് കേൾ ചെയ്യുന്നുണ്ട്, ലാഷസ് വൊളുമിനസ് ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളിയായിട്ടുള്ള മസ്കാരയാണ് കേട്ടോ അത്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Maybelline കൊളോസൽ മസ്കാര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ക്ലംസി ആയിട്ടുണ്ടാവില്ല എന്നുള്ളത്. അതിൻ്റെ ലാഷസ് കണ്ടപ്പോൾ മനസ്സിലാവും. ഇത് ഓരോന്നും ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കുക ചെയ്യണം. ഓരോ കൺപീലിയും ഇങ്ങനെ മസ്കാര വെച്ച് ഇങ്ങനെ കോട്ടായിരിക്കുകയാണ് ചെയ്യണത്. അല്ലാണ്ട് കൺപീലികൾ തമ്മിൽ ഇങ്ങനെ ഭയങ്കര ഒട്ടി അങ്ങനെയില്ല കേട്ടോ. സാധാരണ മസ്കാരാസ് ഇടുന്ന അത്ര ഒരിക്കലും ഇതിങ്ങനെ ക്ലംസി ആവാറില്ല എന്നുള്ളതാണ്. ഇത് നന്നായിട്ടിങ്ങനെ ഓരോ കൺപീലിയിലും കോട്ടായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വിടർന്നിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് താഴത്തെ കൺപീലും അതെ കേട്ടോ. അപ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഇനി ഐലൈനർ ഇടാനൊന്നും അത്ര താല്പര്യമില്ല. പക്ഷെ നമുക്ക് ഡെഫിനറ്റ്ലി ഐലൈനർ യൂസ് ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ കണ്ണ് കുറേ കൂടി ഇങ്ങനെ വിടർന്ന് തോന്നിപ്പിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ വിങ് ലൈനർ കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആവാം. പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും വേണമെന്ന് തോന്നാറില്ല. നമുക്ക് ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെയൊക്കെ ഉണ്ട്. സ്ഥിരം എനിക്കുള്ളതാണ് കേട്ടോ അത്. ഇങ്ങനെ ഭയങ്കര കുഞ്ഞായിട്ട് തോന്നുന്നുണ്ട്
മാത്രമല്ല നമ്മുടെ കണ്ണൊന്നിങ്ങനെ വിടർന്നിരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ മസ്കാര യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ മസ്കാര 8 മുതൽ 12 മണിക്കൂർ വരെ നിൽക്കുന്നുള്ളതാണ് കേട്ടോ പറയണത്. അത് വെറുതെ നിൽക്കുന്നുള്ളതല്ല, ഇത് സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, അത് മാത്രമല്ല സ്വെറ്റ് പ്രൂഫുമാണ്. അപ്പോൾ നമുക്കിന്ന് നോക്കാം കേട്ടോ ഇത് എത്ര നേരം നിൽക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ തന്നെയാണോ നിൽക്കുന്നുള്ളത് എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത് എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ജാക്കറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലഞ്ച് കുക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബീച്ചിൽ പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതേ നമ്മൾ മസ്കാര ഇട്ടിട്ട് 11 മണിയാണ് കേട്ടോ സമയം. ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ കുക്കിങ്ങിലേക്ക് കിടക്കണം. നമുക്ക് ലഞ്ച് കുക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ലഞ്ച് കുക്ക് ചെയ്ത് കഴിച്ചതിന് ശേഷം നമ്മുടെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു. ലിപ്സ്റ്റിക്കൊക്കെ പോയി, മുഖത്ത് ആകെ ഉണ്ടായിരുന്ന കുറച്ച് ലിപ് ബാം ഉണ്ടായിരുന്നു. ഞാൻ ലിപ് ബാം ആയിരുന്നു ലിപ്സിലിട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ചിങ്ങനെ ചീക്സിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി. പക്ഷെ നമ്മുടെ മസ്കാര ഇപ്പോഴും അടിപൊളിയായിട്ട് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഹലോ, ഇതിപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഇട്ടിരിക്കുന്ന മസ്കാരയാണ് കേട്ടോ. അതേപോലെ തന്നെയുണ്ട്, അനങ്ങിയിട്ടില്ല, നല്ല ഓപ്പണപ്പ് ആയിട്ടുണ്ട്, ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. നമ്മളൊന്നും കണ്ണിലങ്ങനെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ എന്നാൽ നമ്മളെ കണ്ണ് നന്നായിട്ട് വിടർന്ന് നിൽക്കും കേട്ടോ. അതാണ് നമ്മുടെ മസ്കാരയുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. അതും ദ കൊളോസൽ മസ്കാര വെച്ചിട്ടാകുമ്പോൾ നന്നായിട്ട് വോളുമിനസ് ആക്കുകയും ചെയ്യും, അതേപോലെ തന്നെ നന്നായിട്ട് തിക്നിങ് ആക്കും. അത്യാവശ്യം ലാഷസ് ഉള്ള പോലെ വെച്ചാൽ കുറച്ചുകൂടി വോളിയം തരികയും ചെയ്യും. ലാഷസിൻ്റെ ലെങ്ത്ത് മാത്രമല്ല വോളിയം തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ബീച്ചിലിരുന്ന് ചില്ലിയാണ്, കുറച്ച് നേരം ഇവിടെ ഇരിക്കും. എസ്പെഷ്യലി അസ്തമയം കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അസ്തമയം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ അസ്തമയം ആയി വരികയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകും കേട്ടോ. അങ്ങനെ ഇത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഇപ്പോൾ 8 മണിയാണ് കേട്ടോ സമയം. നമ്മൾ രാവിലെ 11 മണിയായപ്പോൾ ഇട്ട മസ്കാരയാണ് ഇപ്പോൾ 9 മണിക്കൂറായി. എന്നിട്ടും അതേപോലെ തന്നെ ഉണ്ട്. നമ്മൾ ബീച്ചിൽ പോണേക്കാളും മുമ്പ് ഞാൻ ജസ്റ്റ് ലിപ് ബാം ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇല്ലേ കണ്ണ് നല്ല കണ്ണ് നല്ല വിടർന്ന് അതേപോലെ തന്നെ ഉണ്ട്. മസ്കാര ഒന്നും അങ്ങനെ ഒളിച്ചിട്ടൊന്നുമില്ല, ഒക്കെ ഇങ്ങനെ വളഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. മസ്കാര നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല കേട്ടോ, അതെൻ്റെ ഫേവറേറ്റ് മസ്കാരയാണ്. പണ്ട് മുതൽക്ക് ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര. എനിക്ക് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്, എൻ്റെ ആദ്യത്തെ മസ്കാരകളിൽ ഒരു മസ്കാരയാണിത്. അപ്പോൾ ഇനി നമുക്കത് റിമൂവ് ചെയ്യാം. കിടക്കാറായില്ലേ? കിടക്കല്ല, ഭക്ഷണം കഴിക്കാറായി. ഭക്ഷണം കഴിച്ച് കിടക്കല്ലേ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മസ്കാരയും പിന്നെ ഐ മേക്കപ്പും റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ, അങ്ങനത്തെ ഓയിൽസ് ആണ് നല്ലത്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ എടുക്കുക. ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, എണ്ണ വെച്ചിട്ടാകുമ്പോൾ വരുന്നുണ്ട്. ഇങ്ങനെ കൺപീലിയിലൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര ജെൻറ്റിലായിട്ട്, കൺപീലി വലിച്ച് പറിക്കൊന്നും വേണ്ട. വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒന്നും കൂടി ഈ ഫിംഗേഴ്സിൻ്റെ അവിടെ ഇട്ടിട്ട് കൺപീലിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കൺപീലിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ണിൻ്റെ താഴെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കോട്ടൺ പാഡ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയേ. അപ്പം അതൊക്കെ ഒന്നിങ്ങനെ ജെൻറ്റിലായിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ. പോയി. നല്ല അടിപൊളി മസ്കാരയാണ് കേട്ടോ. ഇൻ കേസ് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ഭയങ്കര അഫോർഡബിളും ആണ്. ഇത് ശരിക്കുള്ള പ്രൈസ് 399 റുപ്പീസാണ്. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് എപ്പോഴും ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ നല്ല വിലക്കുറവിൽ കിട്ടും. ഞാൻ എന്തായാലും ലിങ്ക്സ് ഇടാം, ചെക്ക് ചെയ്ത് നോക്കൂ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഞാൻ ഒരുപാട് നാളുകളായിട്ട് യൂസ് ചെയ്തിരുന്ന മസ്കാരയാണ്. റീപർച്ചേസ് ചെയ്തിട്ടുള്ള മസ്കാരയാണ്. ഞാൻ വളരെ കുറച്ച് മസ്കാരാസ് മാത്രമേ റീപർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അതിൽ ഒന്നാണ് ഈ ദ കൊളോസൽ മസ്കാര എന്ന് പറയുന്നത്. ഇൻ കേസ് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. യു വിൽ ലവ് ഇറ്റ്, ദാറ്റ്സ് ഫോർ ഷുവർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത് ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.